ഈ ദുരന്ത മുഖത്ത് നിന്ന് പലതരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട പല ആളുകളുടെയും പ്രതികരണങ്ങൾ ഉണ്ട്. ഇവരിൽ ഒരു കുടുംബമാണ് CP മൻസൂറിൻ്റേത്. പുലരുവോളം ദുരന്ത കാഴ്ചകൾ നേരിൽ കണ്ടതിൻ്റെ ഞെട്ടലിലാണ് ഇവർ. 4 പേരാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. മേപ്പാടിയിൽ ഈ ക്യാമ്പിൽ നിന്നും വീണ്ടും നമുക്ക് സങ്കടത്തിന്റെ വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഒരു കുടുംബമുണ്ട്. അവർ മുണ്ടക്കൈ പള്ളിക്ക് സമീപമാണ് അവരുടെ വീട്. വളരെ ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് ഈ ഒരു അപകടം തിരിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം പരിക്കുകളോടെ രക്ഷപ്പെട്ട ഒരു കുടുംബം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ മുണ്ടക്കൈ പള്ളിയുടെ അടുത്താണ്? പള്ളിന്റെ താഴായിട്ട് വരും. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞതെന്നുകൊണ്ടാണ്? തിരിച്ചറിഞ്ഞ ഉമ്മച്ചി ഉറങ്ങിക്കില്ല. ഉമ്മച്ചി ഒച്ചപ്പാട് കേട്ടോണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഉമ്മച്ചി ആദ്യം എന്നെ വിളിച്ച് പുറത്തേക്കാക്കി ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷമാണ് വാപ്പച്ചിനെയും ഷാമിലിനെയും ഇവരെ വിളിക്കണ്ടേ. അപ്പൊ ഒരാളെങ്കിലും ഒരാൾ പുറത്തെത്തിക്കോട്ടെ പറഞ്ഞ ഉമ്മച്ചി ഉണ്ടാക്കി വേഗം എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അതിപ്പോ സേഫ് ആണോന്നൊന്നും അറിയില്ല. നമ്മൾ പൊരേന്റെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതിൽ, പാടിയുടെ ഉള്ളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതിൽ എന്നെ ഒന്ന് മുറ്റത്തേക്ക് ആക്കി നിർത്തിയിട്ട് അകത്തേക്ക് പോയപ്പോഴത്തേക്ക് വാപ്പച്ചിന്റെയും ഷാമിന്റെയും എന്റെ അനിയന്റെ മേത്ത് കൂടിയൊക്കെ കൂടെ ഈ പാടിന്റെ ചുമര് വന്ന് വീണിക്ക്. ചുമര് വീണ് വാപ്പച്ചി അതിന്റെ ഉള്ളിൽ നിന്ന് എണീച്ച വാപ്പച്ചിന്റെ മേത്ത് കൂടെ വീണിക്കുന്നത് ഞങ്ങളോട് ഇന്നലെ രാത്രിയാ പറയണത്. എന്റെ അനിയന്റെ മേത്ത് കൂടെ പോയി ഞാൻ അറിഞ്ഞു മോന്റെ മേത്തിന് പകുതി മുക്കാൽ ഭാഗം മണ്ണ് എസ്റ്റിക്കൊക്കെ മാറ്റിയാണ്. ഈ മോൻ പൂർണ്ണ ഈ മണ്ണിലേക്ക് കുടുങ്ങിപ്പോയി. നിങ്ങളും മണ്ണിൽ കുടുങ്ങിയത്? തലയിലൊക്കെ എസ്റ്റിക വന്ന് വീണത്, ചുമരിന്റെ എസ്റ്റിക വന്ന് വീണത് അടിച്ചത്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്നിട്ട് അപ്പുറത്തേക്ക് ഉമ്മച്ചിയും അപ്പുറത്തൊരു ചേട്ടായിണ്ട്. ആ ചേട്ടായും വാപ്പച്ചും കൂടെ അതിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കരുത്. തൊട്ടിപ്പത്തെ റൂം ഫുള്ളായി പോയി. അവിടുത്തെ ഒരു കാക്ക മരിച്ച്, ആ കാക്കാന്റെ വൈഫും കാക്കാന്റെ ഉമ്മയും താത്താന്റെ ഉമ്മയും ഒക്കെ അവിടെയാണ് ഉണ്ടായിരുന്നത്. ഓരൊക്കെ പകുതി മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല. അനങ്ങൂല. കരച്ചിൽ വരെ നമുക്ക് വരൂല. കണ്ണിന്റെ ഉള്ളിൽ ആ വെള്ളം വരെ വരുന്നില്ല. അങ്ങനെ ഇതായി പോയിക്കരും. മേലെ നിന്നൊരു കുഞ്ഞനെ ഒളിച്ച് താഴെ പോയിട്ട് ആ കുഞ്ഞനെ എടുത്ത് ആരോ കൊണ്ട് ഞങ്ങളെ പടിയിൽ മുന്നിട്ട് ആ കുഞ്ഞനെയും കൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത്. നമ്മള് വിരലിൽ എണ്ണാവുന്ന അത്ര പേര് മാത്രമേ അവിടുന്ന് ഞങ്ങളെ കൂടെ വന്നിക്കുള്ളൂ. വേറെ ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഞങ്ങളുടെ കൂടെ വന്നിക്കുള്ളൂ. ഞങ്ങൾ അവിടുന്ന് പോയി ഫസ്റ്റത്തെ പൊട്ടൽ തന്നെ ഫുള്ളായിട്ട് ഞങ്ങൾ പാടി പോയിക്ക്. രണ്ടാമത്തെ പൊട്ടലാകുമ്പോഴത്തേക്ക് ഞങ്ങൾ താഴെ റാട്ടേന്റെ അവിടെ ഒരു പാടിയിൽ പോയി നിന്ന് അവിടെ ഒരു ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തെന്ന്. എന്റെ ഒച്ചപ്പാട് കേട്ടപ്പോ ആ പാടിയിലുള്ളവരും എല്ലാരും ഓടിയിട്ട് ഞങ്ങള് വേറൊരു കുന്നുണ്ട്, അവിടെ വെള്ളയിലേറ്റവും വലിയൊരു കുന്നുമെന്റെ മേലെ കയറി നിന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞു. കുന്നെന്ന് പറയുമ്പോ നിങ്ങൾ മേലെ കർപ്പൂരക്കാട് ഭാഗത്തേക്കാണ് പോകുന്നില്ല? നമ്മള് മറ്റേ ക്ലബ്ബ് സംവിധാനമുണ്ട്. അത് ഫാക്ടറിയിൽ നമ്മള് മാനേജർക്ക് നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു കുന്ന്. കാപ്പിക്കാട് ഭാഗത്ത് അല്ല, നമ്മുടെ ചായ എസ്റ്റേറ്റില്. താഴോട്ടാണ് ഞങ്ങളോട്, മേലോട്ടേക്ക് പോവാൻ കഴിയില്ല. ഫുള്ള് താഴ്ഭാഗത്തേക്കാണ് ഞങ്ങൾ ഓടിയത്. താഴ്ഭാഗത്തേക്ക് ഓടി ആ പാടിയിലേക്ക് പോയി. അവിടുന്ന് പിന്നെ രണ്ടാമത് ഒച്ചപ്പാട് കേട്ടിട്ടാണ് ഞങ്ങള് വേറൊരു കുന്നിന്റെ മേലേക്ക് പോയത്. അവിടുന്ന് ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് എസ്റ്റേറ്റിന്റെ ഒരു ബംഗ്ലാവ് ഉണ്ട്, അവിടുത്തെ മാനേജറൊക്കെ 4 മണിക്ക് രണ്ടാമത്തെ പൊട്ട് നടക്കുന്നത് നിങ്ങൾ കേട്ടായിരുന്നു? ഞങ്ങൾ കേട്ട് ആ ഒച്ച കേട്ടിട്ടാണ് ആ പാടിന്ന് ഞങ്ങൾ ഓടിയത്. ഇത് അന്ന് മരണം മുന്നിൽ കണ്ട ദിവസമാണ്. ആ രാത്രി മരണം മുന്നിൽ കണ്ടിക്ക്. അങ്ങനെയാണ്. പിന്നെ എപ്പോഴാണ് രക്ഷാപ്രവർത്തകരൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ അങ്ങോട്ടേക്ക് എത്തിയത്? രക്ഷാപ്രവർത്തകര് ഒരു വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് വരുന്നില്ല. മുണ്ടക്കൈയിൽ കുടുങ്ങിയവര് ജീവനോടെ കിട്ടുന്നവരെ കിട്ടണം എന്ന് ഒരു വേഗം മുണ്ടക്കൈയിൽ പോയിട്ട് അവിടെ ഓരോ രക്ഷിക്കുക എന്നല്ലാണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിക്കില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ സേഫ് ആണെന്ന് അവർക്ക് അറിയാം. അപ്പൊ എന്താക്കി പാലം റെഡിയായാലും ഞങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അല്ലാണ്ട് അവിടെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയവരൊക്കെ വേഗം ഫസ്റ്റ് തന്നെ അപ്പുറം റോഡ് ഇത് കടത്തിക്ക്. നിങ്ങൾ പോകുമ്പോഴൊക്കെ മരിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്, മരിക്കുന്നതും ആ പാടികൾ പോണയൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. എന്നിട്ടാണ് മോനെ രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ മോനെയും കൂട്ടിയിട്ടാണ് നിങ്ങൾ മോനെ എടുത്തിട്ടാണ് ഞങ്ങൾ ഓടുത്തത്. വാപ്പിച്ചെടുത്ത് എന്നിട്ട് ഞങ്ങൾ ഓടിയത്. മോന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ? മോന് ഹോസ്പിറ്റലാണോ? ഓക്കെയാണ്, ഓന് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. മോന് ശരിക്കും എന്താ സംഭവിച്ചത്? മണ്ണ് വയറ്റിലേക്ക് പോയി. കുറെ വട്ടം അവിടെ ബംഗ്ലാവിൽ പോയിട്ട് ഒരു എന്തെല്ലോ ചെയ്ത് കൊടുത്തു. കുറെ വട്ടം ഓന് ഛർദിച്ചപ്പോഴാണ് മനസ്സിലായത് ഓന്റെ പള്ളിയിൽ മണ്ണ് പോയിക്കുന്നതെന്ന്. ഇവിടെ പോയി എക്സ്റേ സ്കാനിങ് എന്തെല്ലാം എടുത്തപ്പോ പള്ളയിൽ ലേശം മണ്ണുണ്ട്, അത് ഓരവിടുന്ന് ക്ലീൻ ചെയ്ത് തരാൻ പറഞ്ഞു.
നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു? അതായത് ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ ഭീഷണിയുണ്ട്, ഇപ്പോൾ പലരും പറയുന്നുണ്ട് NDRF സംഘമൊക്കെ അവിടെ വന്ന് കുറെ ആളുകൾ ഒഴിപ്പിച്ചിരുന്നു എന്നൊക്കെ. അങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളോട് പറഞ്ഞിരുന്നു? പുഴേന്റെ സൈഡിലുള്ള ഫസ്റ്റത്തെ അതിന്റെ തലേന്ന് രാത്രി പൊട്ടീനു. അപ്പൊ എന്താക്കി ആ പുഴേന്റെ സൈഡിലുള്ളവരൊക്കെ മാറ്റി. എന്നിട്ട് പറഞ്ഞ് സാധാരണ എല്ലാ മഴയത്തും തരലുണ്ട് ഇവിടുന്ന് മാറണമെന്നൊക്കെ. അപ്പൊ രാവിലെ ആ പൊട്ടിയന്റെ അന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല മാറണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന്. നിങ്ങളുടെ വീട് ഇപ്പൊ ശരിക്കും പുഴയായിട്ട് എത്ര ദൂരമുണ്ട്? പുഴയായിട്ട് പറഞ്ഞാൽ എത്ര ദൂരം വെച്ചാൽ അതിപ്പോ നമുക്ക് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും നിങ്ങളുടെ ഈ പുഴയുടെ സൈഡിൽ വേറെ കുറെ വീടുകളില്ലേ? നിങ്ങളുടെ വീടിന്റെ അപ്പുറത്ത് കുറെ വീടുകളില്ലേ? അതൊക്കെ ഉണ്ട്. ഞങ്ങള് തൊട്ട് സൈഡിലൊരു പാടിയുണ്ട്. ആ പാടിന്റെ നേരെ താഴെ പുഴയാണ്. ജസ്റ്റ് ഓരോ ഭാഗത്തുനിന്ന് ഓരോ ദൂരാണ്. ഞങ്ങൾ ഈ സൈഡ് നോക്കുമ്പോ കുറച്ചടുത്താണ്, നേരെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോ ദൂരത്താണ് പുഴ ഉള്ളത്. നിങ്ങളിപ്പോ ജനിച്ചു വളർന്നതൊക്കെ ശരിക്കും അവിടെ തന്നെയല്ലേ? അപ്പൊ നിങ്ങളെ ഒരു അനുഭവത്തിൽ ഇതിനു മുമ്പ് ഈ പുഴ കര കവിയ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അപകടത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല? ഒരു വട്ടം ഉണ്ടായിക്കണ്. കഴിഞ്ഞ വർഷം പുത്തുമല ഭാഗത്ത് ഇതേപോലെ മരണപ്പെട്ട് കുറെ ആൾക്കാർ കിട്ടിയിട്ടില്ല. അങ്ങ് മുണ്ടക്കൈ പ്രദേശത്ത് ആദ്യമായിട്ട് സംഭവിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മഴയൊക്കെ വരുമ്പോഴേ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടി ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ ഒരു സാധ്യത? 2019 ഉരുൾപൊട്ടിയതിനു ശേഷം അവിടെ നിൽക്കുമ്പോൾ പേടി തന്നെയാണ്. അപ്പൊ വലിയ മഴ പെയ്യുമ്പോ നമ്മളെ മനസ്സിൽ അതിങ്ങനെ ഓർമ്മ വരും. അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോ നമുക്ക് ആ ഒരു ശ്രദ്ധ വരുത്തുണ്ടായിരുന്നു. പിന്നെ ഇത് പൊട്ടൂല എന്നുള്ളൊരു ഉറപ്പ്, എന്നാലും ഒരു ശ്രദ്ധിക്കാൻ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങള് പ്രതീക്ഷിക്കാത്ത കൂടിയ പൊട്ടിയ ഞങ്ങള് പൊട്ടിയ എന്താ ലേശം ഒന്ന് വരും എന്നല്ലാണ്ട് ഇത് നിറച്ച് പുഴയിൽ കൂടെ പോകും. അത്രയും വലിയ നിങ്ങൾ വിചാരിച്ച് സീതമക്കുണ്ട് ഭാഗത്തേക്ക് ഒലിച്ചു പോകും? അതിൽ കൂടെ പോയ സീതമക്കുണ്ടൊക്കെ പരന്ന് ഞങ്ങള് ആ സ്ഥലവും സീതമക്കുണ്ടൊക്കെ ഒരേ ഇതില് ഇങ്ങനെ ഇപ്പൊ ഇത് കാണുന്നില്ല, ഇതുപോലെ ഒരേ ഇതിലായിക്ക് പരന്നു പോയിക്ക്. സീതമക്കുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗവും നിങ്ങളുടെ ഭാഗമൊക്കെ ഏകദേശം ഒരുപോലെ അയക്കത്. റോഡിന് സമയമായി ആ സീതമക്കുണ്ട്. ഇപ്പൊ കുടുംബത്തില് വേറെ ആരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്റെ അനിയന്റെ ഭാര്യന്റെ കുടുംബക്കാര് കുറെ ആള് പോയി. അവരുടെയൊക്കെ മൃതദേഹങ്ങൾ കിട്ടി? മൃതദേഹങ്ങള് ഇനി 2 ആള് ഇനിയും കിട്ടാനുണ്ട്. അവരുടെയൊക്കെ വീട് നിങ്ങളെ വീടുമായിട്ട് എങ്ങനെയാ അടുത്ത്? ഓര് ചൂരൽമലയെന്ന് പോയതുണ്ട്. ചൂരൽമലയെന്ന് ഓളെ 2 ആള് പോയി. പിന്നെ മുണ്ടക്കൈന്ന് ഞങ്ങളെ പാടിയിലുള്ള ആൾക്കാർ പോയി. ഓളെ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു, ആ കുട്ടീന്റെ നിക്കാഹ് കഴിഞ്ഞതായിരുന്നു. കഴിഞ്ഞ മാസം നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് ആ കുട്ടികളുടെ കാലിന് കഴിയൂല, വീണിട്ട് അഥവാ അതായത് തന്നെ ആ കുട്ടീനെ കൊണ്ട് ഇറങ്ങി ഓടാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ആ കുട്ടീനെ കിട്ടിയെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയവർ നമ്മള് പടച്ചോൻ എന്തോ ചെയ്തുകൊണ്ട് ഒരു ഭാഗ്യവാന്മാരാണ് നമുക്ക് ഈ സമയത്ത് കരുതാം. മറ്റു നഷ്ടങ്ങളൊക്കെ നമുക്ക് ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒത്തുചേർന്നാൽ നികത്താനാവും. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് പൂർണ്ണമായി പോയി. അതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയവരെ നമുക്ക് ചേർത്ത് പിടിക്കാം. അത് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. രാഹുൽ ഗാന്ധി